സ്ട്രെസ് മാനേജ്മെൻറ്റ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. സ്ട്രെസ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവത്തിൽ എന്തെല്ലാം പ്രഭാവങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവനവനിൽ എന്തെല്ലാം പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യണം, മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മളിൽ പ്രഭാവം ഉണ്ടാക്കാതിരിക്കാൻ എന്തെല്ലാം തോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, കൂടാതെ ലോകത്തെക്കുറിച്ച് എന്ത് മനോഭാവമാണ്, എന്ത് പോസിറ്റീവ് തോട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം കണ്ടിരുന്നു. ഈ എപ്പിസോഡിൽ പരിതസ്ഥിതികളിൽ നമ്മൾ പ്രഭാവം ഉണ്ടാക്കാതിരിക്കാൻ എന്തെല്ലാം തോട്ട് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് കാണാം. ഈ എപ്പിസോഡിലും നമ്മെ കൈപിടിച്ച് നടത്താൻ ഷീബ സിസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആറ്റിറ്റ്യൂഡിൽ നമ്മൾ കണ്ടിരുന്നു നമ്മൾ അവനവനിൽ എങ്ങനെ പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യാം, ആ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യാം, മറ്റുള്ളവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ, അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ എങ്ങനെ നമ്മൾ തോട്ട് ക്രിയേറ്റ് ചെയ്യണം, ഈ ലോകത്തെക്കുറിച്ച് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ പരിതസ്ഥിതികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതിനോട് എങ്ങനെയായിരിക്കണം എന്നാണ് അറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതല്ലോ. ഒരു എപ്പിസോഡ് നമ്മൾ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നമുക്ക് ലോകത്തിൽ ജീവിക്കാം, പക്ഷെ ലോകത്തെ നമ്മളിൽ ജീവിക്കാൻ അനുവദിക്കരുത്. അതെ, പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നില്ലേ? അത് തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള പ്രിൻസിപ്പിളും. പക്ഷേ ലോകത്തെ നമ്മളിൽ ജീവിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പണ്ടൊരു ചിക്കൻ ഗുനിയ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓർക്കുന്നില്ല? നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും പറഞ്ഞു വന്നിരുന്നു. ആ ചിക്കൻ ഗുനിയ ഒരാൾക്ക് വന്നത് വളരെ വേഗം സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. കൊതുകുണ്ട്, മറ്റു പല മാർഗങ്ങളും ഉണ്ടായിരുന്നു പകരാൻ വേണ്ടി. അതേസമയം കുറച്ച് ആളുകൾക്ക് ആ ചിക്കൻ ഗുനിയ ബാധിച്ചിട്ടേ ഇല്ലായിരുന്നു. അതെന്തുകൊണ്ട് ആ ചിക്കൻ ഗുനിയ ചിലർക്ക് വന്നിട്ടേ ഇല്ല, ബാക്കി കുറേ ആൾക്ക് വരാൻ കാരണം? ആരുടെ പ്രതിരോധശേഷി സ്ട്രോങ് ആണോ അവർക്ക് പകർച്ചവ്യാധികൾ ഉണ്ടാവുന്ന സമയത്ത് അത് അവരെ ബാധിക്കാറില്ല. നമ്മൾ നല്ല ആഹാരം, നല്ല എക്സസൈസ്, നല്ല ഉറക്കം, ഇതിനൊക്കെ എന്തുകൊണ്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരാളുടെ ആരോഗ്യം സ്ട്രോങ് ആയിരിക്കും, മീൻസ് അവരുടെ പ്രതിരോധശേഷി കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും രോഗങ്ങൾ അവരെ ബാധിക്കില്ല, സന്തോഷമായിട്ട് അവർക്ക് ജീവിക്കാം. ഈ കലിയുഗത്തിൻ്റെ ഉള്ളിലെ ഇതേ തമോ പ്രധാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയല്ലേ അവരും ജീവിക്കേണ്ടത്. ഇതേ വായു, ഇതേ വെള്ളം, ഇതേ അന്നം ഒക്കെ തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത്. എന്നിട്ടും ചില ആളുകൾ അവരുടെ ആരോഗ്യം നന്നാക്കി വെക്കാൻ സൂക്ഷിക്കുന്നത് കൊണ്ട് അവർക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത് കുറയുന്നു. ശരിയല്ലേ? ദ സെയിം പ്രിൻസിപ്പിൾ നമുക്ക് ആന്തരികമായും ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ കലിയുഗം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്തോറും ലോകത്തെ പ്രശ്നങ്ങൾ ഇല്ലാതെയാവല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. അല്ലെ? ഇന്നലത്തേക്കാൾ കൂടുതലായിരിക്കും ഇന്നത്തേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ നാളെ. അതുകൊണ്ട് അന്തരീക്ഷത്തിനെ മാറ്റിയിട്ട് അന്തരീക്ഷത്തിനെ പോസിറ്റീവ് ആക്കി മാറ്റി, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെ പോസിറ്റീവ് ആക്കി മാറ്റി, എന്നിട്ട് എനിക്ക് എൻ്റെ മനോഭാവത്തെ പോസിറ്റീവാക്കി അല്ലെങ്കിൽ പ്ലസൻ്റ് ആക്കി ഹാപ്പിയാക്കി ഞാൻ എൻ്റെ സംഘർഷത്തിനെ, മാനസിക അവസ്ഥയെ നന്നാക്കണം എന്ന് വിചാരിച്ചാൽ അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് പുറമെ നിന്ന് അകത്തേക്കൊരു തുടക്കം, ഒരു യാത്ര, ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? അകത്തുനിന്ന് പുറത്തേക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മളുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന പ്രഭാവം, എൻ്റെ മാനസികമായിരിക്കുന്ന സങ്കല്പധാര എത്ര ശക്തിശാലിയാണോ അത്രയും പുറത്തെ പ്രഭാവം എൻ്റെ ഉള്ളിൽ ഏൽക്കുന്നത് കുറവായിരിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ നമുക്കതിനെ വേഗം നേരിടാനുള്ളതായിട്ട് ശക്തി കിട്ടുന്നു. നമ്മൾ അൺഹാപ്പി ആയിരിക്കുന്ന സമയത്ത് നല്ലത് വന്നാൽ പോലും സന്തോഷിക്കുന്ന പോലും ലിമിറ്റായിട്ട് മാറുന്നു നമുക്ക്. അപ്പൊ എൻ്റെ മാനസികാവസ്ഥ അനുസരിച്ചാണ് ഒരു കാര്യത്തിനോട് എനിക്കുണ്ടാകുന്ന പ്രതികരണം ഉണ്ടാകുന്നത്. അപ്പൊ ആ പ്രതികരണമാണ് അതിന് തിരിച്ചൊരു റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ആ ഇവന്റിനെ പോസിറ്റീവ് ആക്കണോ നെഗറ്റീവ് ആക്കണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ത് തന്നെ മാറി മറിഞ്ഞു വന്നാലും ഒരു കാര്യം ഉറപ്പാണല്ലോ, കലിയുഗാണ്. വേനൽക്കാലത്ത് ചൂടുണ്ടാവും, മഞ്ഞുകാലത്ത് തണുപ്പുണ്ടാവും, മഴക്കാലത്ത് മഴ പെയ്യും. ഇതെല്ലാം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് മഴക്കാലത്ത് റെയിൻ കോട്ടും കുടയും എടുക്കും, വേനൽക്കാലത്താണെങ്കിൽ കുട പിടിക്കും, നമ്മൾ തണുത്ത ജ്യൂസും സാധനങ്ങളും ഒക്കെ കഴിക്കും. അതേപോലെ മഞ്ഞുകാലത്താണെങ്കിൽ ചൂടുള്ള വസ്ത്രങ്ങളും ചൂടുള്ള ആഹാരങ്ങളും കഴിക്കാൻ ശ്രമിക്കും. ഇത് ബാഹ്യമായിരിക്കുന്ന തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്താറുണ്ട്. ഇൻ ദ സെയിം വേ ആന്തരികമായും നമുക്കൊരു തയ്യാറെടുപ്പ് നടത്തേണ്ടി. ആന്തരികമായ പ്രതിരോധ ശക്തി കൂട്ടണം. അതെ, ആന്തരികമായ പ്രതിരോധ ശക്തി എങ്ങനെയാ കൂട്ടുക?
മനസ്സിൻ്റെ ശക്തി കൂട്ടണം. മനസ്സിൻ്റെ ശക്തി എങ്ങനെയാണ് കൂട്ടുക? തോട്ട്സിൻ്റെ ക്വാളിറ്റി പോസിറ്റീവാക്കി മാറ്റുക. തോട്ട്സിൻ്റെ ക്വാളിറ്റി പോസിറ്റീവാക്കി മാറ്റാൻ എന്താ ചെയ്യുക? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ലോകത്ത് നമുക്ക് ഒരാളുടെ ഉള്ളിലേക്ക് തോട്ട്സ് എങ്ങനെയാണ് വരുന്നത്? ഒരു പുറമുള്ളതായിരിക്കുന്ന ഒന്നുകിൽ മാധ്യമങ്ങളിലൂടെ, അത് ദൃശ്യമാധ്യമമാവാം, അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ ആവാം, ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ, അല്ലെങ്കിൽ വ്യക്തികളിലൂടെ. ഈ ലെവലിലൊക്കെയാണ് ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മെസ്സേജസ്. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ഒന്ന് നോക്കാൻ പോയി നമുക്കറിയാം. ഒരു 5% പോസിറ്റീവ് കിട്ടി, ദാറ്റ്സ് ദ ബെസ്റ്റ് എന്ന് പറയാം നമുക്ക്, അല്ലേ? ബാക്കിയെല്ലാം എന്തായിരിക്കും? നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കാനുള്ള ഒരു സോഴ്സ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യമല്ലേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഞാൻ കണ്ട മനസ്സിലാക്കിയ പല സത്സംഗങ്ങളിലും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പങ്കെടുത്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പല രീതികളതായിട്ടുള്ള ധർമ്മത്തിൽ, റിലീജിയസ് ആയിട്ടുള്ള സ്റ്റഡീസിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസിനെ കുറിച്ച് ഞാൻ പഠിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം ഈശ്വരീയ വിശ്വവിദ്യാലയത്തിനോട് ആവാൻ കാരണം രാവിലെ നേരത്തെ ഒരു സത്സംഗമുണ്ട് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ. എന്നും രാവിലെ നമ്മൾ അതിൻ്റെ ബേസിക് കോഴ്സ് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി ക്ലാസ് എന്നൊരു സാധനമുണ്ട്. അതിലൊരു മണിക്കൂർ സമയം 100% ഒരു അംശമെങ്കിലും നെഗറ്റീവ് ഇല്ലാത്ത 100% പോസിറ്റീവ് മാത്രമായിരിക്കുന്ന സത്സംഗമാണ് മോർണിംഗ് ക്ലാസ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ആ ക്ലാസ്സിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അതുമാത്രമല്ല വെറുതെ വായിച്ചു അല്ലെങ്കിൽ അറിഞ്ഞു പഠിച്ചു കേട്ടു എന്നതുകൊണ്ട് അത് നിങ്ങളിൽ മാറ്റം വരുത്തുമെന്നൊന്നും ഞാൻ പറയില്ല. ഒരു കാര്യം, ഞാൻ ആഹാരം കഴിച്ചു അല്ലെങ്കിൽ മരുന്ന് കഴിച്ചു, ആ കഴിച്ച മരുന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ അതിന് യാതൊരു റിസൾട്ടും ഉണ്ടാവില്ല. റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിന് നമ്മൾ ഡൈജഷൻ ആവണം. ഫുഡാണെങ്കിൽ ഡൈജസ്റ്റഡ് ആവണം, മരുന്നാണെങ്കിലും അത് ബ്ലഡിൽ കലർന്ന് ആക്റ്റീവ് ആവണം, എന്നാലല്ലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇൻ ദ സെയിം വേ രാവിലത്തെ സത്സംഗത്തിൽ അറ്റൻഡ് ചെയ്ത് അതിൽ നമുക്ക് കേൾക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് പിന്നെ അലയുന്ന മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ളതായിട്ട് ഒരു ട്രെയിനിങ് അത് നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ കേട്ട കാര്യം കുറച്ച് കഴിയുമ്പോൾ അത് പ്രത്യേകിച്ചും ഇന്നത്തെ ലോകത്ത് കൂടുതൽ നിൽക്കുന്ന നെഗറ്റീവ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്റ്റീവ് ചെയ്ത് അതായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ ശേഷം നമ്മുടെ മനസ്സിന് ശീലം എന്നും അലഞ്ഞു നടക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് മാത്രമായി മാറും, അത് പൂർണ്ണമായിട്ട് അങ്ങ് മറക്കും. ഈ രാവിലെ കേട്ട ക്ലാസ്സിലെ പോയിന്റ്സ് ഉച്ചയ്ക്കോ മറ്റൊക്കെ ഓർത്ത് നോക്കുമ്പോൾ എന്താ നല്ല ക്ലാസ് ഒക്കെ ആയിരുന്നു, എന്താന്ന് ഓർമ്മ വരുന്നില്ല എന്ന് ശ്രദ്ധിക്കാത്ത ദിവസം അനുഭവപ്പെടാറുണ്ട്. അതേസമയം നമ്മളത് അങ്ങനെയല്ല, എനിക്ക് ആ പോസിറ്റീവ് തോട്ട്സ് എനിക്ക് വേണ്ടതാണ് എന്ന വിചാരത്തോടു കൂടി നമ്മളത് കഴിഞ്ഞ ശേഷം 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ മെമ്മറീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള സൈക്കിൾ ഉണ്ടല്ലോ. ആദ്യത്തെ അരമണിക്കൂർ കഴിയുമ്പോൾ ഓർത്തു, പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഓർത്തു, പിന്നെ 3 മണിക്കൂർ കഴിയുമ്പോൾ ഓർത്തു, പിന്നെ ഒരു നേരം കഴിഞ്ഞിട്ട് ഓർത്താലും മതി. ആ രീതിയിൽ നമ്മൾ ആ ഒരു ഫോർഗറ്റ് ഗ്രാഫ് എന്ന് പറയും, മറക്കാതിരിക്കാനുള്ളതായിട്ട് നമ്മുടെ ഗ്രാഫ്. അത് ആദ്യത്തെ ഉടനെ നിങ്ങളൊരു കാര്യം പഠിച്ചു അല്ലെങ്കിൽ കേട്ടു എങ്കിൽ അടുത്ത മൊമെന്റിൽ അതിനെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കുറേ സമയം നിങ്ങൾക്ക് നിലനിൽക്കും. ഒരു അരമണിക്കൂർ വരെ അതിന്റെ പ്രഭാവം അങ്ങനെ തന്നെ നിലനിൽക്കും. അരമണിക്കൂർ കഴിയുമ്പോൾ 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, 3 മണിക്കൂർ ശേഷം ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. ഇത്രയും പ്രാവശ്യം ഓർത്ത സാധനം പിന്നെ നിങ്ങൾ വൈകുന്നേരം നോക്കിയാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അപ്പൊ എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവ് തോട്ട്സ് ഓട്ടോമാറ്റിക്കലി വന്ന് കയറില്ല. ഇന്നത്തെ ലോകം അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പഠിക്കാറ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പരമാത്മാവിന്റെ മഹാവാക്യങ്ങളാണ്. നമ്മൾ മുരളി ക്ലാസ് എന്നാണ് പറയുക അതിനെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റഡി, നിങ്ങൾക്ക് ഇനി അങ്ങനെയൊന്നും പോകാൻ സാധിക്കുന്ന അവസ്ഥയല്ല നിങ്ങളുള്ളതെങ്കിൽ എവിടെയാണെങ്കിലും ഒന്നുകിൽ ബുക്കുകളുടെ സഹായത്തോടെ അല്ലെങ്കിൽ മീഡിയയുടെ സഹായത്തോടെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് എനിക്കത് വേണം എന്ന ആഗ്രഹത്തോടു കൂടി അതിനെ വായിക്കുക, പഠിക്കുക. പഠിച്ച സാധനം അവിടെ വെച്ച് മറക്കുകയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള പ്രോസസ്സിലൂടെ അതിനെ കടത്തി വിടുക. അങ്ങനെ നോക്കിയാൽ രാവിലെ മുതൽ രാത്രി വരെ ആകുമ്പോഴത്തേക്കും പലതവണ നമ്മുടെ മനസ്സിനുള്ളത് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം ഒരു തോട്ടിനെ കുറിച്ച് ഞാൻ അവെയർ ആവുകയും അതിനെക്കുറിച്ച് മനനം ചെയ്യുകയും അതിനെക്കുറിച്ച് മഥനം ചെയ്യുകയും അതെൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ എനിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി സിറ്റുവേഷൻ വരുമ്പോൾ ഇന്നത്തെ ആ തോട്ട്സ് അനുസരിച്ച് ഇപ്പം ഞാൻ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്? വേറെ ആരോടല്ല ചോദിക്കേണ്ടത്, സ്വയം അവനവനോട്. ഇന്നത്തെ ആ ഒരു സ്റ്റഡി അനുസരിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ ആക്ട് ചെയ്യണം എന്ന് ആ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഇവൻറ്റും റിയാക്ഷനും തമ്മിൽ അതിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം എന്നോടൊരു ചോദ്യം ചോദിച്ചു,
അതിൻ്റെ ഉത്തരം പറയും മുന്നേ 1 സെക്കൻഡ് സമയം എനിക്കതൊന്ന് വിഡ്രോ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പം ആ 1 സെക്കൻഡ് സമയം ഞാൻ ഇന്ന് പഠിച്ചതിൻ്റെ ആധാരത്തിൽ ഞാൻ എങ്ങനെ പെരുമാറണം എന്ന് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പെരുമാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രഭാവം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഇന്നൊരു ദിവസം ഞാൻ എൻ്റെ പോസിറ്റീവ് തോട്ട്സിന് വേണ്ടി കെയർഫുള്ളായി ചെയ്തു. 2ാമത്തെ ദിവസം ചെയ്തു. 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും തോട്ട്സിൻ്റെ നിയമം അനുസരിച്ച് ഇന്നലത്തെ 90% തോട്ട്സ് ആണ് ഇന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പോസിറ്റിവിറ്റി കൂടിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നലത്തേക്കാൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് ഇന്ന് എൻ്റെ പോസിറ്റിവിറ്റീനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ഞാൻ ദിവസവും കുറച്ച് സമയം എന്ന് കരുതി ഒരാഴ്ച ഞാൻ ശ്രദ്ധിച്ചു, ഇനി പോസിറ്റീവ് തോട്ട്സ് ചിന്തിക്കുന്ന എൻ്റെ സ്വഭാവമായി എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് ഒഴിവാക്കി നോക്കി നാച്ചുറലി നിങ്ങൾ പഴയ സ്റ്റേജിലേക്ക് പോകും. കാരണം ഇത് മനസ്സിൻ്റെ ആരോഗ്യത്തിൻ്റെ ഘടകമാണ്. നമ്മൾ എല്ലാ ദിവസവും ഫുഡ് എന്തുകൊണ്ടാണ് കഴിക്കുന്നത്? അതിന് വേണ്ട ന്യൂട്രീഷൻസ് കിട്ടിയാലേ ഫിസിക്കലി ഹെൽത്ത് ഉണ്ടാവുള്ളൂ. ഇൻ ദ സെയിം വേ നമ്മൾ ലൈഫ് ടൈം ചെയ്യേണ്ട കാര്യമാണ്. അല്ലാണ്ട് വല്ലൊരു ദിവസം 7 ദിവസം 8 ദിവസം അല്ല. നമ്മുടെ ലൈഫിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നൊരു സാധനം ഉണ്ടല്ലോ. നമുക്ക് വേണ്ടി ഒരു ഹെൽത്തി ആയിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ സെലക്ട് ചെയ്യണം. നല്ല ആഹാരം കഴിക്കണം, നേരത്തെ ഉണരുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിന് വേണ്ടി നമ്മൾ ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് നിശ്ചയിക്കാറുണ്ട് അല്ലേ. ഇൻ ദ സെയിം വേ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി അഥവാ നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പത്തെ പവർഫുള്ളാക്കാൻ വേണ്ടി ഒരു ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കണം. ഡെയിലി രാവിലെ ഞാൻ പോസിറ്റീവ് തോട്ട്സ് പഠിക്കുന്നു. ദിവസവും ഞാൻ ഈ ഫോർഗെറ്റ് ഗ്രാഫിനെ മറക്കാതെ അതിനെ ഓർമ്മിക്കുന്നു. അഥവാ ഇനി 3 മണിക്കൂർ കഴിഞ്ഞ് 4 മണിക്കൂറായാലും സാരമില്ല, ഒന്നുകൂടെ ഓർമ്മിക്കാമല്ലോ നമുക്ക്. നമ്മുടെ ലൈഫിൻ്റെ ഓരോരുത്തരുടെ ജീവിതം ഓരോ വിധത്തിലാണ്. ചിലർ ബിസിനസ് മെന്മാരായിരിക്കും, അവരെ പ്ലാൻ വേറെ ആയിരിക്കും ലൈഫിൽ. ചിലർ ഓഫീസ് സ്റ്റാഫായിരിക്കും. ഓരോരുത്തർക്ക് അവനവൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ ഞാൻ ഇതിന് വേണ്ട ടൈം കണ്ടെത്തണം എന്നുള്ള കാര്യം സ്വയം നിശ്ചയിക്കണം. കാരണം സ്വന്തം ആരോഗ്യം വേണോ വേണ്ടേ നിശ്ചയിക്കേണ്ടത് ആരാണ്? അവനവൻ തന്നെയാണ്. അതുകൊണ്ട് അത് പ്ലാൻ ചെയ്ത് ആ രീതിയിൽ നമ്മുടെ തോട്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും അറിയാതെ നമ്മുടെ മനസ്സ് പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മനസ്സ് പവർഫുൾ ആവാൻ എന്താർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അകത്തുനിന്നതായിട്ടുള്ള ഡെവലപ്മെൻറ്റ്. നമ്മളിവിടുന്ന് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ വരാൻ തുടങ്ങും. ബോധ മനസ്സും ഉപബോധ മനസ്സും പവർഫുൾ ആവാൻ തുടങ്ങും. നമ്മൾ എത്ര സ്ട്രോങ് ആവുന്നോ അത്രയും കൂടുതൽ പുറമെന്നുള്ളതായിട്ടുള്ള പ്രഷർ എത്ര ചെലുത്തിയാലും ഇവിടെ ചുരുങ്ങാതെ അതിൻ്റെ സ്ട്രെങ്ത്ത് ഡെവലപ്പ് ആവും. ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ആവാനുള്ളതായിട്ടൊരു പദ്ധതി ഈശ്വര വിശ്വവിദ്യാലയത്തിലെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കും അതെ, ഏത് ലൈഫിൽ എവിടെ ഇരിക്കുന്ന ആൾക്കും ഇന്നത്തെ ലോകത്ത് വേണം എന്ന് വിചാരിച്ചാൽ ആ രീതിയിലൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ സാധിക്കും. ഈശ്വര വിശ്വവിദ്യാലയത്തിൽ വരാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള കാര്യം സിസ്റ്റർ പറഞ്ഞു. അതേ സംബന്ധിച്ച് വേറൊരു രീതിയിലാണെങ്കിൽ എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും? നമുക്ക് ലോകത്ത് പോസിറ്റീവായിട്ടുള്ള തോട്ട്സുള്ള ക്ലാസ്സുകൾ കിട്ടാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. ഇപ്പോൾ മൊബൈലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയോ ഇതൊന്നും അവൈലബിൾ അല്ലാന്ന് വിചാരിച്ചു. ഒരു സ്ഥലത്ത് ഇൻ്റർനെറ്റ് ഇല്ല, മൊബൈൽ ഇല്ല, റേഞ്ച് ഇല്ല, ഒന്നുമില്ല എന്ന് വിചാരിച്ചു. ബുക്സ് ഉണ്ട്. അപ്പോൾ അതിലുള്ള തോട്ട്സിന് അവർ വീണ്ടും റീകളക്ട് ചെയ്ത് ഓർമ്മിക്കണം എന്നാണോ പറയുന്നത് ആ ദിവസങ്ങളിൽ? ഞാൻ ചില ആളുകൾ നല്ല പോസിറ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ വന്നിട്ടില്ല, പഠിച്ചിട്ടില്ലാത്തവർ ഞാൻ ഒരുപാട് നല്ല ആളുകളെ കണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാം സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ ധർമ്മഗ്രന്ഥം. അതിൽ ഇസ്ലാം സഹോദരങ്ങളുണ്ട്, ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്, ഹിന്ദു സഹോദരങ്ങളുണ്ട്. അവരെല്ലാവരും രാവിലെ നേരത്ത് അവരുടേതായിട്ടുള്ള ധർമ്മഗ്രന്ഥത്തിന് കുറച്ച് സമയം പഠിക്കാനും അതിനെ ഓർമ്മിക്കാനും അതിൻ്റെ ഒരു ചിട്ട ലൈഫിൽ കൊണ്ടുവന്നുകൊണ്ട് അതിൽ പറയുന്ന കാര്യത്തിന് ധർമ്മഗ്രന്ഥം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് വായിച്ചു എന്ന് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. ഞാൻ ബൈബിൾ വായിച്ചു അല്ലെങ്കിൽ ഖുറാൻ വായിച്ചു, ഗീത വായിച്ചു എന്നത് ഞാൻ നന്നാവുന്നതിൻ്റെ ആധാരമല്ല. അതിൽ പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടിക്കലാക്കാൻ വേണ്ടി എത്ര ശ്രമിക്കുന്നു എന്നുള്ളത് എൻ്റെ പേഴ്സണാലിറ്റീൻ്റെ ആധാരം. ഇവിടെയാണ് ഡെവലപ്മെന്റ് ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡൈജഷൻ നടക്കണം, അല്ലാതെ വായിച്ചതുകൊണ്ട് നടക്കാറില്ല. അത്തരത്തില് ഏത് വിധത്തിലുള്ളവർക്കും ഈ ലോകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് സ്റ്റഡിയുടെ സോഴ്സ് കിട്ടാനുണ്ട്. ഇനി ഇതൊന്നും വിശ്വാസമേ ഇല്ലാത്ത ആളാന്ന് വിചാരിച്ചോളൂ, അങ്ങനെയുണ്ടല്ലോ ഒരുപാട് ആളുകൾ ലോകത്ത്. അതിന് എത്ര നല്ല പോസിറ്റീവ് തോട്ട്സിൻ്റെ ബുക്സ് ഉണ്ട്, പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളതായിട്ടുള്ള ബുക്ക് ഉണ്ട്, പിന്നെ പുള്ളിങ് യുവർ ഓൺ സ്ട്രിങ്സ് എന്നുള്ളതായിട്ടുള്ള ബുക്ക് ഉണ്ട്. മലയാളത്തിലെ എത്ര നല്ല നല്ല ബുക്സ് ഉണ്ട്. അങ്ങനെയുള്ള നല്ല ബുക്സിൻ്റെ ഒരു കളക്ഷൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിധിയാണ് എന്ന് ഞാൻ പറയും. കാരണം ഒരു പക്ഷേ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ നമുക്ക്
ഇൻ്റർനെറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ മൊബൈൽ റേഞ്ച് പോയേക്കാം, മൊബൈൽ ചാർജ് പോയേക്കാം. പക്ഷെ ബുക്കിൻ്റെ ചാർജ് പോവില്ലല്ലോ, ബുക്കിന് റേഞ്ച് വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പോസിറ്റീവ് തോട്ട്സിൻ്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എവിടെ പോയാലും നമുക്ക് വായിക്കാം. ഒരു പക്ഷേ നമ്മൾ യാത്രയിലായിരിക്കാം, നമ്മുടെ ട്രെയിനിലായിരിക്കാം, സ്റ്റിൽ എൻ്റെ സമയം, എൻ്റെ മനസ്സ് എൻ്റെ ശരീരത്തിൻ്റെ ഒപ്പം കൂടുതലെടുത്തോളം ഒരു കയ്യിലൊരു ബുക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് അറിയാം അത് എങ്ങനെ ഡൈജസ്റ്റ് ആവുന്നു, അതിൽ എങ്ങനെയാണ് ആരോഗ്യം കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് നോർമലി സയൻറ്റിഫിക്കലി നമുക്കറിയാം. അപ്പോൾ ഈ തോട്ട്സ് അല്ലെങ്കിൽ ഈ ജ്ഞാനം നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് അത് നമ്മളെ മൈൻഡ് പവറായിട്ട് മാറുന്നത്? കൺവേർഷൻ എവിടെയാണ് നടക്കുന്നത്? എന്ത് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് ആക്ച്വലി? നോക്കൂ, സയൻസിൽ നമ്മളൊരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട് വെള്ളം ഉണ്ടാവുന്നതിനെ കുറിച്ച്. H2O, HOH ബോണ്ട് എന്നാണ് പറയുക. നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ HOH ബോണ്ട് പറയും. മീൻസ് 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും. ഈ ആറ്റങ്ങൾ പരസ്പരം അടുത്ത് വരുന്ന സമയത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ ഒരു എനർജിയുടെ ട്രാൻസാക്ഷൻ നടക്കും. അപ്പം ശരിക്കും ഒരു ആറ്റം എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരു ആറ്റം മീൻസ് അതിൻ്റെ ന്യൂട്രോണും പ്രോട്ടോണും ചേർന്ന ന്യൂക്ലിയസ്, അതിന് ചുറ്റുള്ളതായിരിക്കുന്ന ഓർബിറ്റുകളിൽ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതെങ്ങനെയാണ് അയോണായി മാറുന്നത്? ആ കെമിസ്ട്രി നമുക്ക് മനസ്സിലാക്കിയ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മൾ മാറ്റം വരുന്നതെന്ന് അറിയാം. മീൻസ് ഒരു ഇലക്ട്രോൺ അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കുറച്ച് എനർജി റിസീവ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ സ്പീഡ് കൂടും. ഇലക്ട്രോണിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ എനർജി കൂടിക്കൊണ്ടിരിക്കും. ഒരു സെർട്ടൺ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പീഡ് ആ ഓർബിറ്റിൽ ഇരുന്നതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ പുറത്തേക്ക് തെറിക്കും. ഇത് പഠിക്കാൻ പണ്ട് ഞാൻ കെമിസ്ട്രി സയൻസിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഓർമ്മിക്കും, സമവർത്തുള ചലനം എന്ന്. നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ചരടിൻ്റെ അടുത്ത് ഒരു കല്ല് കെട്ടി നോക്കി, കയ്യിൽ പിടിച്ചിങ്ങനെ തിരിച്ച് ഒരു പരിധിയേക്കാൾ കൂടുതൽ അത് എനർജി റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കല്ല് കയറിനും കൊണ്ടങ്ങ് തെറിച്ചു പോയി. ഇതേ പ്രോസസ്സ് നമുക്കിവിടെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പോസിറ്റീവ് തോട്ട്, ഞാൻ അത് വായിച്ചറിഞ്ഞു, മീൻസ് ഒരു കല്ല് കെട്ടി കയറിൽ, അഥവാ എൻ്റെ ഇലക്ട്രോൺ കുറച്ച് എനർജി റിസീവ് ചെയ്തിരിക്കുന്നു. ആ കാര്യം ഞാൻ വീണ്ടും 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 ഓർമ്മിക്കുക, അതിനെക്കുറിച്ച് തന്നെ മനനം ചെയ്യാൻ. എന്താർത്ഥം? ആ തോട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും എനർജി റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എനർജി റിസീവ് ചെയ്ത് അത് പുറത്തേക്ക് തെറിക്കാൻ വിധമുള്ള എനർജി ആയാം ചേർത്തം ഓട്ടോമാറ്റിക്കലി എൻ്റെ മുഖത്തിൽ, കണ്ണിൽ, ഭാവത്തിൽ, വാക്കിൽ, കർമ്മത്തിലൂടെ അതങ്ങ് പുറത്തേക്ക് വരികയായി. പുറത്തേക്ക് വരിക എന്ന് ചിലർത്ഥം വലിയൊരു എനർജി അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ സാധനം നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വരുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന പ്രഭാവം ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഈ ഒരു കെമിസ്ട്രി നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആധാരത്തിലാണ് പോസിറ്റീവായിട്ടുള്ള സ്റ്റഡിയും അതിനെക്കുറിച്ച് ഓർമ്മിക്കലും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഉള്ളിൽ മാറ്റം കൊണ്ടുവരുന്നത്, അഥവാ നമ്മുടെ സ്ട്രെങ്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. ശരിക്കും നെഗറ്റീവ്സിൻ്റെ കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലും ആളുകളുടെ ഉള്ളിൽ വളരെയധികം നെഗറ്റീവ്സിൻ്റെ ചിന്താഗതിയും അതിൻ്റെ ഈ പറയുന്ന ചലനവും സമവർത്തുള്ള ചലനവും അതിൻ്റെ ആ ഡെപ്പോസിറ്റും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. പക്ഷെ അതിനെ നമുക്കിനി നല്ലൊരു രീതിയിൽ, അതുകൊണ്ടാണ് നമുക്ക് ഇന്നിങ്ങനെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിനെ പോസിറ്റീവിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും സിസ്റ്റർ പറഞ്ഞു തന്ന ഈ എളുപ്പ വഴികളിലൂടെ അത് ഈസി ആക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. പ്രേക്ഷകർക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ എപ്പിസോഡ് കഴിയുകയാണ്. കൂടാതെ നമ്മുടെ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് സീരീസ്, ആ ഒരു സീരീസ് നമ്മളിവിടെ കഴിയുകയാണ്. അതിൽ വളരെ മനോഹരമായ യാത്രയായിരുന്നു ഇത്രയും ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ സ്ട്രെസ്സിൻ്റെ A to Z എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സ്ട്രെസ്സിനെ കുറിച്ച് ഒരാൾക്ക് എന്തൊക്കെ അറിയണോ അങ്ങനെ A to Z നമ്മൾ മൈൻഡിനെ കുറിച്ചും മൈൻഡിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മുടെ മനോഹരമായ യാത്രയിൽ ഞങ്ങൾക്ക് ഇത്രയും നല്ല അറിവുകൾ തന്ന ഷീബ സിസ്റ്റർക്കും ഷീജ സിസ്റ്റർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓം ശാന്തി. ഓം ശാന്തി. മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് സംബന്ധങ്ങളിൽ സംഘർഷങ്ങളായും ശരീരത്തിൽ അനാരോഗ്യമായും കർമ്മമേഖലയിൽ കർമ്മകുശലതയുടെ കുറവായും ഇന്ന് സമൂഹത്തിലെ എല്ലാ തലങ്ങളെയും ബാധിച്ചിരിക്കുന്നു. ഈ ഒരു സൂക്ഷ്മമായ രോഗത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാനുള്ള പരിശ്രമമായിരുന്നു സ്ട്രെസ് മാനേജ്മെൻറ്റ് സീരീസ് എന്ന ഈ ഒരു ടോക്ക് ഷോ. ഇന്ന് ഈ സീരീസ് ഇവിടെ നിർത്തുമ്പോൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ ഒരുപാട് അറിവുകൾ നൽകാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. ഈ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്ത ഓരോരുത്തർക്കും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. അടുത്ത ഒരു സീരീസുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.